നമസ്കാരം. കേട്ടഡ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യങ്ങളുടെ ശ്രേണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി. ഒന്നാമത്തെ ടോപ്പിക്കിലോട്ട് നമുക്ക് കടക്കാം. ശാരീരിക ആവശ്യങ്ങൾ. അപ്പൊ എന്താണ് ശാരീരിക ആവശ്യങ്ങൾ എന്ന് ആദ്യം നമുക്ക് നോക്കാം. മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ അടിസ്ഥാന ആവശ്യങ്ങളെയാണ് അബ്രഹാം മാസ്ലോയുടെ ശ്രേണിയുടെ ഏറ്റവും അടിത്തട്ടിൽ നൽകിയിരിക്കുന്ന ശാരീരിക ആവശ്യങ്ങൾ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വായു, വെള്ളം, ഭക്ഷണം, ഉറക്കം, ഇന്ദ്രിയ സുഖങ്ങൾ, ശാരീരികമായ സന്തുലിതാവസ്ഥ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന ഒരാളിൽ അടുത്ത ഘട്ടത്തിലെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ആഗ്രഹം ജനിക്കുന്നു. അടുത്തത് സുരക്ഷിതത്വമാണ്. സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള ആവശ്യങ്ങളാണ് സേഫ്റ്റി നീഡ്സ് അഥവാ പിരമിഡിലെ അടുത്ത പടി. സ്വന്തം ശരീരം, ജോലി, മൂല്യബോധം, ആരോഗ്യം, കുടുംബം, വസ്തുവകകൾ എന്നിവയുടെ സംരക്ഷണം, സുരക്ഷയും ഇവിടെ ഉൾപ്പെടുന്നു. മൂന്നാമത്തത് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ള ഘട്ടമാണ്. സുരക്ഷിത ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ലവ് ആൻഡ് ബിലോങ്നെസ് ആഗ്രഹം ഉടലെടുക്കുന്നു. സുഹൃത്ത് ബന്ധങ്ങൾ, കുടുംബ സംവിധാനം എന്നിവയിലൂടെ ഇതിന്റെ പൂർത്തീകരണം സാധ്യമാകുന്നു. അടുത്ത ഘട്ടമായി ആദരിക്കപ്പെടുവാനുള്ള ആഗ്രഹം ഉടലെടുക്കുന്നു. ആത്മാഭിമാനം, ആത്മവിശ്വാസം, മറ്റുള്ളവരോടുള്ള ബഹുമാനം, മറ്റുള്ളവർക്ക് തന്നോടുള്ള ബഹുമാനം തുടങ്ങിയ ഘട്ടങ്ങൾ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ടവയാണ്. അടുത്തത് വൈജ്ഞാനിക ഘട്ടമാണ് കേട്ടോ. അറിവ് ആർജിക്കാനും വസ്തുക്കൾ വിശകലനം ചെയ്യുവാനുമുള്ള വൈജ്ഞാനികപരമായ ആവശ്യങ്ങളാണ് ഇന്റലക്ച്വൽ നീഡ്സ്. അടുത്തത് സൗന്ദര്യാത്മകമാണ്. സൗന്ദര്യത്തെ കണ്ടെത്താനുള്ള ശ്രമമോ ആസ്വാദനമോ ആണ്, അതായത് എസ്തെറ്റിക് നീഡ്സ്. കലാ സാഹിത്യ ആസ്വാദനങ്ങൾ, സർഗപ്രവർത്തനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ആത്മസാക്ഷാത്കാരം എന്ന ഏറ്റവും ഉയർന്ന തലമാണ് പിന്നീടുള്ളത്. ഒരു വ്യക്തിക്ക് തന്റെ കഴിവനുസരിച്ച് ആർജിക്കാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന തലമാണിത്. തന്റെ കഴിവിനെ അനുസരിച്ചുള്ള ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതിന് വ്യക്തി ആത്മസംതൃപ്തി പകരുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു സ്ലൈഡ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നമ്മളുടെ ഈ ഒരു പിരമിഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കേട്ടഡ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുടങ്ങാതെ കാണണമെന്നുണ്ടെങ്കിൽ, നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് നൽകാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. താങ്ക് യു.